2-3 ദിവസമായിട്ടേ ഷോപ്പിൽ നല്ല പണി കിട്ടിയിട്ടുണ്ട്. വേറെ ഒന്നുമല്ല കേട്ടോ, എൻ്റെ ഓവർലോക്ക് മെഷീൻ കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. 6 മാസത്തോളമായി മെഷീൻ വാങ്ങിയിട്ട്. അപ്പോൾ 2 ആഴ്ച മുമ്പ് ഇതുപോലെ കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്റ്റിച്ച് തീരെ പിടിക്കുന്നില്ല. അപ്പോൾ ഞാൻ ആ വാങ്ങിച്ച ഷോപ്പിൽ തന്നെ അത് കൊണ്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് വാങ്ങിക്കാൻ ചെന്നപ്പോൾ ഓരത് സ്റ്റിച്ച് ക്ലിയർ ആക്കി എന്നാണ് പറഞ്ഞത്. പക്ഷേ അവിടുന്ന് ഞാൻ സ്റ്റിച്ച് ചെയ്ത് നോക്കുമ്പോഴും അത് മുഴുവനായിട്ട് ക്ലിയർ ആയിട്ടില്ല. സ്റ്റിച്ച് അവിടെ ഇവിടെയൊക്കെ അങ്ങനെ വിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഷോപ്പിൽ അത്യാവശ്യമുള്ളത് കൊണ്ട് ഞാനത് വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോഴും മെഷീൻ അതുപോലെ കംപ്ലൈൻ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. അന്ന് മെഷീൻ വാങ്ങിക്കൊണ്ട് വരുമ്പോൾ ഒരു പൈസ ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം വാറണ്ടി പേപ്പറൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ അതിന് പൈസ വേണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ മെഷീൻ എടുത്ത് പോരുക തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഞാൻ 2-3 ദിവസമായിട്ട് വിചാരിക്കുന്നത് കൊണ്ടു കൊടുക്കണം എന്നാണ്. പക്ഷേ വാറണ്ടി പേപ്പർ എവിടെ നോക്കിയിട്ടും കാണുന്നില്ല. പിന്നെ അത് പൈസ കൊടുത്ത് നന്നാക്കണമല്ലോ എന്ന് ഓർത്തിട്ട് പിന്നെ ഞാൻ വിചാരിച്ച് ഞാൻ തന്നെ ഒന്ന് നന്നാക്കി നോക്കിയാലോ എന്ന്. അപ്പോൾ ഇതിൻ്റെ സെറ്റിങ്സ് പലതും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഒരുവിധമൊക്കെ ഞാനത് ഇട്ട് നോക്കി ടൈറ്റായി കിടക്കേണ്ടത് നൂലൊക്കെ അതിങ്ങനെ പൊട്ടി കളിക്കുന്നുണ്ട് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ. അപ്പോൾ അതൊക്കെ മാറ്റി മറിച്ചൊക്കെ ഇട്ട് നോക്കുകയാണ് കേട്ടോ. കുറേയൊക്കെ ഞാൻ നോക്കിയിട്ടാണ്, പക്ഷേ എങ്ങനെയായിട്ടും അതിൻ്റെ സെറ്റിങ്സ് കറക്റ്റ് ആവണില്ല. അങ്ങനെ ലാസ്റ്റ് ഞാൻ യൂട്യൂബിൽ അടിച്ച് നോക്കിയിട്ട് അങ്ങനെ ചെയ്ത് നോക്കുകയാണ് കേട്ടോ. അങ്ങനെ അതിൽ നോക്കുമ്പോൾ എൻ്റെ 3ാമത്തെ നൂലിടുന്ന രീതിയിൽ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ മാറ്റി ഞാൻ റെഡിയാക്കിയിട്ട് നോക്കുമ്പോൾ നൂല് ടൈറ്റൊന്നുമില്ല, സാധാരണ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ ഓരതിൽ പറയുന്നത് വെച്ചാൽ 3 നൂലിൽ 3 നൂലും 3 കളറാക്കിയിട്ട് നോക്കാൻ, എന്നാലാണ് ഏത് സ്റ്റിച്ചിനാണ് പെർഫെക്ഷൻ ഇല്ലാതെ വരുന്നത് വെച്ചാൽ അതിൻ്റെ സെറ്റിങ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുത്താൽ റെഡിയാവും എന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ച് എന്തായാലും ഒന്ന് ചെയ്ത് നോക്കട്ടെ, വെറുതെ പൈസ കൊടുത്തിട്ട് ചെയ്യിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് ഓർത്തിട്ട് ഞാനങ്ങനെ 3 നൂല് ഇട്ടിട്ട് അങ്ങനെ ചെയ്ത് നോക്കുകയാണ് കേട്ടോ. കറക്റ്റ് ഇതിൻ്റെ നൂലിടുന്ന രീതിയൊന്നും എനിക്കറിയില്ലായിരുന്നു കേട്ടോ. ഞങ്ങൾ ഈ മെഷീൻ എടുക്കാൻ പോകുമ്പോൾ തന്നെ ഓൾറെഡി ഇതിൻ്റെ നൂലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു മെഷീൻ എടുക്കാൻ വേണ്ടി വരുന്നുണ്ടെന്ന്. പക്ഷേ സാധാരണ ഒരു നൂലിട്ട് കാണിച്ചു തരണം, കാരണം നമ്മൾ ആദ്യമായിട്ട് ഒരു മെഷീൻ വാങ്ങല്ലേ, നമുക്കതിൻ്റെ കറക്റ്റ് ഒന്നും അറിയില്ലല്ലോ. അപ്പോൾ അതിൻ്റെ കറക്റ്റ് നൂലൊക്കെ എല്ലാം ഇട്ട് വെച്ച് സെറ്റാക്കി വെച്ച്. അപ്പോൾ ഞങ്ങൾ വാങ്ങുമ്പോൾ തന്നെ ഞങ്ങൾ ചോദിച്ച് ഇതിൻ്റെ നൂലൊക്കെ ഒന്ന് അഴിച്ചൊന്ന് കാണിച്ച് തരുമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ ടൈമില്ല, ഇത് നിങ്ങൾ അവിടെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ശരിക്കൊന്ന് നോക്കിയാൽ മതി, അല്ലെങ്കിൽ യൂട്യൂബിൽ അടിച്ചാൽ മതി, നിങ്ങൾക്ക് കിട്ടും നോക്കാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊന്നും ഒരു പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ അത്യാവശ്യത്തിന് നമ്മൾ പോയി എടുത്ത് കൊണ്ടുവന്നാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മെഷീൻ കംപ്ലൈൻ്റ് ആയത് മുതൽ ഇപ്പോൾ കസ്റ്റമറിന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതിലൊന്നും ഒരു തൃപ്തി വരുന്നില്ല കേട്ടോ. കാരണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ഓവർലോക്കും കൂടി ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ അത്രയും പെർഫെക്ഷനോട് കൂടി ഡ്രസ്സൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ കുറേ നേരത്തെ 2-2.5 മണിക്കൂർ എടുത്തിട്ട് ഞാനിതൊന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറേ നേരത്തെ ഒരു എന്താ പറയുക, കഷ്ടപ്പാടിൻ്റെ ഫലമായിട്ട് തന്നെ